ഹലോ, നമസ്കാരം. ചൈന കാഴ്ചകൾ തുടരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് ചൈനയിലെ ഷങ്കായിൽ വന്ന് 2-ാം ദിവസം ലഞ്ച് കഴിക്കുന്നിടത്ത് വെച്ചാണ്. ലഞ്ച് കഴിഞ്ഞുള്ള ഈ ദിവസത്തെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ജിൻമാവോ ടവറിൻ്റെ ഒബ്സർവേഷൻ ഡക്കിൽ നിന്നുള്ള കാഴ്ചകളും ബാർഗെയിനിങ്ങിൻ്റെ തലസ്ഥാനമായിട്ടുള്ള AP പ്ലാസ വിസിറ്റും പിന്നെ ഹങ്പു റിവർ ക്രൂയിസിൽ നിന്നുള്ള ഷങ്കായുടെ രാത്രി കാഴ്ചകളുമാണുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലഞ്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി. സൂപ്പറായിരുന്നു ലഞ്ച്. നമ്മുടെ നാട്ടിൽ ചൈനീസ് ഭക്ഷണമെന്ന് പറഞ്ഞു തരുന്ന തരത്തിലുള്ളത് ശരിയായ ചൈനീസ് ഡിഷസ് അല്ല. നമുക്ക് പൊതുവെ ഇഷ്ടപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ ഫുഡിനേക്കാൾ രുചികരമായാണ് എനിക്ക് തോന്നിയത് ഈ ഫുഡ്. ഈ കാണുന്ന അമ്പരചുംബികൾ ഷങ്കായിലെ ഐക്കോണിക്സ് ബിൽഡിങ്സ് ആണ്. അതിൽ ഷങ്കായ് ടവറും ഓറിയൻ്റൽ പേൾ ടവറും ഷങ്കായ് വേൾഡ് ഫിനാൻഷ്യൽ സെൻറ്റർ ബിൽഡിങ്ങും ജിൻമാവോ ടവറും ഒക്കെ ഉണ്ട്. ഇവയൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ടവറുകളിൽപ്പെട്ടത്. ആ കാണുന്നത് ബാങ്ക് ഓഫ് ഷങ്കായ് കെട്ടിടമാണ്. 46 നിലകളാണ് ആ കെട്ടിടത്തിനുള്ളത്. 252 മീറ്റർ ഉയരമുണ്ട് ആ സ്കൈ ക്രാപ്പറിന്. ബാങ്ക് ഓഫ് ചൈനയുടെ കെട്ടിടമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടതുവശത്ത് കാണുന്നത് ഓറിയൻ്റൽ പേൾ ടവറാണ്. ഈ കാണുന്നതാണ് ജിൻമാവോ ടവർ. ഇടതുവശത്ത് കാണുന്നത് ഷങ്കായ് വേൾഡ് ഫിനാൻഷ്യൽ സെൻറ്റർ ബിൽഡിംഗ് ആണ്. ഷങ്കായിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഷങ്കായ് ടവറാണ്. 2015 പണിത ആ കെട്ടിടത്തിൻ്റെ ഉയരം 632 മീറ്ററാണ്. നമ്മൾ കയറാൻ പോകുന്ന ജിൻമാവോ ടവറിൻ്റെ ഉയരം 420 മീറ്ററുമാണ്. ഇനിയുള്ള കാഴ്ചകളെല്ലാം നടന്നെത്താവുന്ന ദൂരത്തിലാണ്. അതുകൊണ്ട് നടന്നു തന്നെ പോകണം എല്ലാ കാഴ്ചകളിലേക്കും. ചൈനക്കാർ ബൈസിക്കിൾ ധാരാളമായി ഉപയോഗിക്കുന്നവരാണ്. ഇത് കണ്ടാൽ ബോധ്യപ്പെടും. പിന്നെ സ്കൂട്ടറുകളും ധാരാളമായി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ജിൻമാവോ ടവറിനടുത്തെത്തി. ഇവിടെ നിന്നും ക്യൂ ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് തിരക്ക് തീരെ കുറവാണെന്ന് തോന്നുന്നു. വലിയ ക്യൂ ഒന്നും കാണുന്നില്ല. ഫ്രീ ആയി നടന്നു പോകാൻ കഴിയുന്നുണ്ട്. ജിൻമാവോ ടവറിൻ്റെ മുൻഭാഗമാണ് ഇവിടം. നല്ല വൃത്തിയിലും ഭംഗിയിലും ഒരുക്കിയ ഒരു ചെറു പൂന്തോട്ടമാണ് ഇടതുവശത്തിൽ കാണുന്നത്. കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കടന്നാൽ ആദ്യം ഒരു എസ്കലേറ്റർ കയറി ലോബിയിലെത്തണം. ഇത് കൂടാതെ മറ്റ് 2 എൻട്രൻസ് കൂടെ ഉണ്ട് ലോബിയിലേക്ക്. അവിടെ നിന്നും പിന്നെ ഒരു നില താഴത്താണ് ഒബ്സർവേഷൻ ഡക്കിലേക്കുള്ള ഹൈ സ്പീഡ് എലിവേറ്റർ ആരംഭിക്കുന്നത്. അവിടേക്ക് പോകുന്നതിനും എസ്കലേറ്റർ ഉണ്ട്. ഇവിടെ ചെറിയ ഷോപ്പുകളും ടിക്കറ്റ് കൗണ്ടറും ഒക്കെയാണ്. 7-Eleven ഒരു റീറ്റെയിൽ സെൻറ്റർ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് വേണം എലിവേറ്ററിലേക്ക് പോകാൻ. ഇതാണ് ഹൈ സ്പീഡ് എലിവേറ്റർ. മിറ്റ്സുബിഷി എന്ന കമ്പനി നിർമ്മിച്ചതാണ് ഈ ലിഫ്റ്റ്. ഇതിൻ്റെ സ്പീഡ് 9.1 മീറ്റർ പെർ സെക്കൻഡാണ്. ഏകദേശം 32 കിലോമീറ്റർ പെർ അവർ. 88-ാം നിലയിലാണ് ഒബ്സർവേഷൻ ഡക്കുള്ളത്. അവിടെ എത്താൻ 45 സെക്കൻഡ് മതി. കണ്ണടച്ച് തുറക്കും മുമ്പ് മുകളിലെത്തി. അവിടെ നിന്നുള്ള കാഴ്ചകളാണിത്. വശങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ള ഗ്ലാസ് വിൻഡോസിലൂടെയുള്ള കാഴ്ച ആയതിനാൽ വീഡിയോ അത്ര ക്ലിയർ ആവില്ല. ഇങ്ങനെ ടവറിന് ചുറ്റിലും നടന്ന് കാഴ്ചകൾ കാണാം. താഴെ
സ്കൈ ക്രാപ്പേഴ്സും ഹൈ റൈസ് ബിൽഡിങ്ങുകളും കൊണ്ട് നിറഞ്ഞ ഒരു നഗരം. ആ കാണുന്ന നദിയുടെ ഇരു കരയിലുമാണ് ഈ നഗരം രൂപപ്പെട്ടിരിക്കുന്നത്. ഹങ്പു റിവർ, അതാണ് ആ നദിയുടെ പേര്. ഈ ടവർ നിർമ്മാണം പൂർത്തിയാക്കിയത് 1999 $530 മില്യൺ ചെലവഴിച്ചാണ് ഈ പടുകൂറ്റൻ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിനുള്ളിലുള്ള ഒരു ഫോട്ടോ പോയിന്റാണ്. അതുപോലെ ഈ നിലയിൽ ഒരു സ്കൈ വാക്കും ഉണ്ട്. ഈ ഡക്കിന് ചുറ്റിലും ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ചുറ്റിലുമുള്ള കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ കഴിയും. ഈ ഹുവാങ്പു റിവറിൻ്റെ ആകെ നീളം 113 കിലോമീറ്ററാണ്. ഇത് ഉത്ഭവിക്കുന്നത് ഒരു ലേക്കിൽ നിന്നാണ്. ദിയാൻഷാൻ ലേക്ക്, അതാണ് ആ തടാകത്തിൻ്റെ പേര്. ആ കാണുന്നത് റിവർ ക്രൂയിസ് ബോട്ടുകളാണ്. ഇന്ന് നമ്മളും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ എപ്പിസോഡിൽ അതും ഉൾപ്പെടും. ഇത് ആഗ്രഹ സാധ്യത്തിനായി ചരട് കെട്ടുന്ന ഒരിടമാണ്. ലോകത്തെല്ലായിടത്തും ഇത്തരം അന്ധവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് ലോക്കുകളാണെങ്കിൽ ചിലയിടത്ത് റിബൺ, ചിലയിടത്ത് ആഗ്രഹം എഴുതിയ കടലാസ് എന്നിങ്ങനെയാണ് എന്ന് മാത്രം. കുട്ടികൾ ഉണ്ടാക്കാൻ ഒരു ആൽമരത്തിൽ തൊട്ടിൽ കെട്ടുന്ന രീതി നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലുണ്ട്. ആൽമരത്തിൽ തൊട്ടിൽ കെട്ടിയാൽ മാത്രം കുട്ടികൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഓരോരോ അന്ധവിശ്വാസങ്ങൾ. ഇത് ഈ കെട്ടിടത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്, അതായത് ഒരു സ്കെയിൽ മോഡൽ. കെട്ടിടത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറുപതിപ്പ്. ഇവിടം സോവനീറുകൾ വിൽക്കുന്നിടമാണ്. ഇവിടെ ഷങ്കായിലുള്ള മിക്ക സ്കൈ ക്രാപ്പേഴ്സിൻ്റെയും രൂപത്തിലുള്ള സോവനീറുകൾ വാങ്ങാൻ കിട്ടും. പക്ഷെ ഭയങ്കര വിലയാണ്. ഈ കെട്ടിടത്തിലാണ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ ഉള്ളത്. 555 മുറികളുള്ള 5 സ്റ്റാർ ഹോട്ടലാണ് ഇവിടുത്തെ ഹയാത്ത് ഹോട്ടൽ. ഇതിവിടെ സ്ഥാപിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള ഹോട്ടലായിരുന്നു ഹയാത്ത്. ഹോട്ടൽ കൂടാതെ ഷോപ്പിംഗ് മാളും ഓഫീസുകളും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ 88 നിലകളെ 16 സെഗ്മെന്റുകളായി തിരിച്ചാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ നിന്നും ഓരോ സെഗ്മെന്റും 8-1 ഷോർട്ടർ ആക്കിയാണ് ഇത് പണിതിരിക്കുന്നത്. അതായത് മുകളിലേക്ക് പോകുന്തോറും ചുറ്റളവ് കുറഞ്ഞു കുറഞ്ഞു വരും. 200 km/h സ്പീഡിലടിക്കുന്ന കൊടുങ്കാറ്റിനെയും റിക്ടർ സ്കെയിലിൽ 7 ഭൂമികുലുക്കത്തെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഈ നദിയുടെ ആവറേജ് വീതി 400 മീറ്ററും ആഴം 9 മീറ്ററുമാണ്. ഈ നദി ചൈനയിലെ ഏറ്റവും വലിയ നദിയായ യാൻസി നദിയുടെ ഒരു കൈവഴിയാണ്. ലോകത്തുള്ള നദികളിലെ നീളത്തിൽ 3-ാം സ്ഥാനമുള്ള നദിയാണ് യാൻസി. അതിൻ്റെ നീളം 6374 കിലോമീറ്ററാണ്. ഈ ഹുവാങ്പു റിവർ ഈ നഗരത്തെ രണ്ടായി തിരിക്കുന്നു. നദിയുടെ പടിഞ്ഞാറ് ഭാഗം പുക്സിയും കിഴക്ക് ഭാഗം പുഡോങ്ങുമാണ്. കാഴ്ചകളൊക്കെ കണ്ട് തിരികെ താഴേക്ക് പോകുന്നു. ഈ ഡിസ്പ്ലേ ബോർഡിൽ നോക്കി നിന്നാൽ മനസ്സിലാകും ഇതിൻ്റെ ഒരു സ്പീഡ്. ഇത്തരം 61 ഹൈസ്പീഡ് എലിവേറ്റേഴ്സ് കൂടാതെ 19 എസ്കലേറ്ററുകളുമുണ്ട് മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കാൻ. ജിൻമാവോ ടവറിൽ നിന്ന് പുറത്തിറങ്ങി
ഇത് ഇവിടെ ഒരു സ്പോർട്സ് കാർ. പലരും അതിനടുത്ത് ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ചൈനക്കാർ പൊതുവെ വാഹന പ്രേമികളാണ്. എന്ത് വില കൊടുത്തും വാഹനം സ്വന്തമാക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. ജിൻമാവോ ടവർ കണ്ട ശേഷം ഞങ്ങൾ എത്തിയത് AP പ്ലാസ എന്നൊരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റിലാണ്. പേൾ മാർക്കറ്റ് എന്നും ഇതറിയപ്പെടും. പുഡോങ്ങിലെ ഒരു മുൻനിര അണ്ടർഗ്രൗണ്ട് മാർക്കറ്റാണിത്. ഇവിടുത്തെ പ്രത്യേകത, കോട്ടുകളും മറ്റു വസ്ത്രങ്ങളും നമ്മൾ സെലക്ട് ചെയ്താൽ അവ അളവെടുത്ത് അപ്പോൾ തന്നെ തയ്ച്ചു തരും. അതുകൊണ്ട് ഇതിന് ടൈലേഴ്സ് പേൾ മാർക്കറ്റ് എന്നും പേരുണ്ട്. ഇതൊന്നുമല്ല ഈ മാർക്കറ്റിൻ്റെ ഹൈലൈറ്റ്. ബാർഗെയിനിങ്ങും കൗണ്ടർ ഫീറ്റ് ഉൽപ്പന്നങ്ങളും ആണ് ഈ മാർക്കറ്റിനെ ലോകപ്രശസ്തമാക്കിയത്. ഇവിടെ സാധനങ്ങൾ വിലപേശുമ്പോൾ 100 ഇരട്ടി വരെ കൂടുതൽ ചോദിക്കും എന്നോർക്കണം. അവർ ചോദിക്കുന്ന വിലയുടെ പകുതി പറയാം എന്ന് കരുതിയാൽ കാശ് പോയത് തന്നെ. കണ്ടില്ലേ, വിദേശികളല്ലാതെ ഒരു സ്വദേശിയും ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഇത് വിദേശികളെ പറ്റിക്കുന്ന ഒരിടമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, വില കൂടിയ വസ്തുക്കൾ ഷോക്കേസ് ചെയ്തിരിക്കുന്ന തരത്തിൽ ചീപ്പായിട്ടുള്ളതും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതുമായ വസ്ത്രങ്ങളും വാച്ചുകളും ബാഗുകളും ചെരുപ്പുകളുമൊക്കെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തോന്നൽ ഉണ്ടാക്കാനാണ് ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാം കൗണ്ടർ ഫീറ്റാണ്. മെയിൻ പാസേജും ഇട പാസേജുകളുമായി നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. വഴിയുടെ ഇരുവശങ്ങളിലും ഷോപ്പുകളാണ്. ഇതെവിടെ ഭംഗിയുള്ളൊരു ഡോഗ്. ഏത് ബ്രീഡാണെന്നറിയില്ല. വില കൂടിയ ഏതോ ഒരിനമാണ് ഇത് എന്ന് തോന്നുന്നു. അതിൻ്റെ യജമാനൻ്റെ മട്ട് കണ്ടാൽ അറിയാം. ഈ ചൈനക്കാർ ഇങ്ങനെയാണ്, നമ്മളെപ്പോലെ കുറച്ച് പൊങ്ങച്ചമുള്ളവർ. വസ്ത്രങ്ങളും ചെരുപ്പുകളും ബാഗുകളും സോവനീറുകളും ഫാൻസി ഐറ്റംസും എന്ന് വേണ്ട എല്ലാത്തരം ഉപഭോഗ വസ്തുക്കളും ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് പോലും സെയിൽസ് നിൽക്കുന്ന ആരും ചോദിച്ചില്ല. നമുക്ക് മുമ്പ് ഇവിടെ വന്നുപോയ ഇന്ത്യക്കാരെ ഒന്നും ഇവർക്ക് പറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും ഷോപ്പിംഗ് നടന്നില്ലെങ്കിലും ഇങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട്. ഈ മസാജ് ചെയറുകൾ, ഇതിലുള്ള QR കോഡ് മുഖേന പേയ്മെൻറ്റ് നടത്തി നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയും. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സന്ധ്യയായി. റിവർ ക്രൂയിസിനായി എത്തിയതാണ് ഇവിടെ. ഇവിടുത്തെ രാത്രി കാഴ്ചകളാണ് ഈ കാണുന്നത്. കെട്ടിടങ്ങളെല്ലാം ലൈറ്റപ്പ് ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. നമ്മൾ റിവർ ക്രൂയിസ് രാത്രി എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനിച്ചത് വെറുതെ ആയില്ല. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇവിടുത്തെ രാത്രി കാഴ്ച. നല്ല തണുപ്പുണ്ടിപ്പോൾ. എല്ലാവരും തണുപ്പ് പ്രതിരോധിക്കാനുള്ള ഡ്രസ്സുകളാണ് ഇട്ടിരിക്കുന്നത്. എങ്കിലും ഈ നദിക്കരയിൽ എത്തിയപ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് അകത്തേക്ക് കടക്കുന്നതിനുള്ള എൻട്രൻസ്. ക്യൂ ആയി പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാഗുകളും മറ്റും സ്കാൻ ചെയ്താണ് അകത്തേക്ക് കടത്തിവിടുന്നത്. എയർപോർട്ടിലും മറ്റും ചെയ്യുന്നത് പോലെ. ഇവിടെ നിന്നും എസ്കലേറ്റർ വഴി താഴെ ഇറങ്ങണം. താഴെ എത്തിയാൽ വിശാലമായൊരു ഹാളാണ്. അവിടെ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ വിൽക്കുന്ന ചെറിയ കടകളും ഓട്ടോമാറ്റഡ് ടെല്ലിംഗ് മെഷീനുകൾ വഴി സാധനങ്ങൾ ലഭിക്കുന്ന ടെല്ലിംഗ് മെഷീനുകളും ഉണ്ട്. ഇതിൽ സോഫ്റ്റ് ഡ്രിങ്ക്സും വെള്ളവും ഒക്കെയാണ് കാണുന്നത്. കുറച്ചധികം മെഷീനുകൾ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് ബോട്ടിലേക്ക് കടക്കുന്നതിനുള്ള ടിക്കറ്റുകൾ ലഭിക്കുക. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഐസ്ക്രീം വിൽക്കുന്ന ഒരു റോബോട്ടാണ്. തണുപ്പായതിനാൽ ആരും ഐസ്ക്രീം വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിങ്ങളെ കാണിക്കാനും കഴിയില്ല. ഇതാണ് ടിക്കറ്റ്. ചൈനീസ് ഭാഷ മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. അല്ലെങ്കിൽ മുഴുവൻ വായിച്ച് പണ്ടാരമടങ്ങിയനെ. ആ കാണുന്നതാണ് ക്രൂയിസ് ബോട്ട്.
ശരിക്കും ഒരു ഷിപ്പ് തന്നെ. ഇങ്ങനെ ബോട്ട് ജെട്ടിയിലുള്ള ഒരു ക്യൂ കോംപ്ലക്സിലൂടെ കടന്നു വേണം ബോട്ടിൽ കയറാൻ. ഒരു കൂട്ടം കുട്ടികൾ കൂടെ ഉണ്ട് നമുക്ക് കൂട്ടിനായി. വലിയ ആഹ്ലാദത്തിൽ ഉച്ചത്തിൽ ഒച്ച വെച്ച് മുമ്പേ നടന്നു പോകുന്നു. ബോട്ടിലേക്ക് കയറുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു ലേഡി ഇവിടെയുണ്ട്. അവർ മൈക്കിലൂടെ എന്തൊക്കെയോ വിളിച്ചു കൂവുന്നു. ചൈനീസ് ഭാഷ ആയതിനാൽ ഒന്നും മനസ്സിലാവുന്നില്ല. 2 തരത്തിലുള്ള ടിക്കറ്റുകളുണ്ട് ഇതിൽ യാത്ര ചെയ്യാൻ. ഓർഡിനറി ടിക്കറ്റും VIP ടിക്കറ്റും. നമ്മൾ നേരെ മുകൾ ഡെക്കിൽ വന്നു. വൻ തിരക്കാണിവിടെ. നമ്മളെ കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇന്നാട്ടുകാരുമായി ധാരാളം ആളുകളുണ്ട് ഇവിടെ. ഫോട്ടോ എടുപ്പും വീഡിയോ പിടുത്തവും ജഗപൊക. വിവിധ രാജ്യക്കാർ. ഒരു പരിചയം ഇല്ല എങ്കിലും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനും പരസ്പരം പരിചയപ്പെടാനും ഒക്കെ കഴിയുന്നു. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ചുറ്റിലും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. അവ ലൈറ്റപ്പ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ബോട്ട് നീങ്ങി തുടങ്ങി. സാവധാനമാണ് നീങ്ങുന്നത്. ഈ നദിയുടെ പേര് ഹുവാങ്പു റിവർ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ ആരംഭം ഷങ്കായിലുള്ള ദിയാൻഷൻ ലേക്കിൽ നിന്നാണ്. ഷങ്കായിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് ദിയാൻഷൻ ലേക്ക്. ഈ നദി ഒഴുകിയെത്തുന്നത് ചൈനയിലെ ഏറ്റവും വലിയ നദിയായ യാങ്സ്റ്റി നദിയിലാണ്. 113 കിലോമീറ്ററാണ് ഈ നദിയുടെ നീളം. നമ്മൾ ഈ നദിയിലൂടെ 45 മിനിറ്റ് യാത്ര ചെയ്യും. ഈ നദി ഈ പട്ടണത്തെ 2ആയി വിഭജിച്ചിരിക്കുന്നു. ഒരു കര പുക്സിയും മറ്റേ കര പുഡോങ്ങുമാണ്. നമ്മുടെ ഈ ബോട്ട് ആരംഭിച്ചത് പുഡോങ് സൈഡിൽ നിന്നാണ്. ഏറ്റവും ഉയരത്തിൽ കാണുന്ന കെട്ടിടങ്ങൾ ഇവിടുത്തെ ഐക്കോണിക് നിർമ്മിതികളാണ്. അതിലൊന്നിലാണ് നമ്മൾ നേരത്തെ കയറിയത്. അതിലും ഉയരമുള്ള കെട്ടിടങ്ങളുണ്ട് ഇവിടെ. അവയിലൊന്നും പബ്ലിക്കിന് പ്രവേശനമില്ല.
ഈ നദിയുടെ കുറുകെ ധാരാളം പാലങ്ങളും അണ്ടർപാസുകളും ഉണ്ട്. ഈ നദിയുടെ അടിയിലൂടെയാണ് മിക്ക ഹൈവേകളും മെട്രോകളും കടന്നു പോകുന്നത്. അതുപോലെ ധാരാളം ഫെറികളും ഈ നദിയുടെ ഇരു കരകളിലുമുണ്ട്. മാർച്ചിൽ ഈ നദിയിലൂടെ 16,000 പന്നികളുടെ ജഡ ഒഴുകി വന്നത് വലിയ ചർച്ചയായിരുന്നു. അത് കർഷകർ കൂട്ടത്തോടെ ചത്ത പന്നികളെ മറവ് ചെയ്യുന്നതിന് പകരം ഈ നദിയിൽ എറിഞ്ഞു എന്നതാണ് ഒരു വാദം. എന്നാൽ കർഷകർ അത് നിഷേധിക്കുന്നു. ഈ ഷങ്കായ് പട്ടണം ചൈനയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ഒരു സ്ഥലമാണ്. 2,25,58,908 പേരാണ് 2025 സെൻസസ് പ്രകാരം ഇവിടെയുള്ള ജനസംഖ്യ. ഈ ഷങ്കായിലുള്ള പോർട്ട് ഓഫ് ഷങ്കായ് ലോകത്തെ തന്നെ ബിസിയസ്റ്റ് പോർട്ടുകളിൽ ഒന്നാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഇവിടെ ഒരു ഫിഷിംഗ് വില്ലേജും ഫിഷിംഗ് മാർക്കറ്റും ഒക്കെ ആയിരുന്നു. ആ കുട്ടി എത്ര സ്മാർട്ടാണെന്ന് നോക്കൂ. അവനാണ് ഈ ഫോട്ടോകൾ എടുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. ചൈനക്കാരാണെന്ന് തോന്നുന്നു. ഷങ്കായ് പോർട്ട് വന്നതോടുകൂടിയാണ് ഇവിടുത്തെ വികസനം ആരംഭിച്ചത്. ഇന്നിപ്പോൾ ലോകത്തെ തന്നെ മുൻതിര സിറ്റികൾക്കൊപ്പം അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സ്ഥാനമാണ് ഷങ്കായ്ക്കുള്ളത്. 1949 മെയ് 27 ഇവിടുത്തെ ഭരണം പീപ്പിൾസ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തത്. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് CPC ആണെങ്കിലും ഇപ്പോഴും ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിലനിർത്തിക്കുന്നുണ്ട്. പലതും ടൂറിസം പർപ്പസിന് വേണ്ടി ഉള്ളതാണെന്ന് മാത്രം. ചൈനയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങൾ പലതും ഈ സിറ്റിയിലാണുള്ളത്. ഷങ്കായിലെ പ്രധാന ടൂറിസം സ്പോട്ടുകൾ നഞ്ചങ് റോഡ്, പീപ്പിൾ സ്ക്വയർ, ബണ്ട് ഏരിയ തുടങ്ങിയവയാണ്. അതുപോലെ CPCയുടെ ആദ്യ നാഷണൽ കോൺഗ്രസ് നടന്നതും ഈ സ്ഥലത്ത് വെച്ചാണ്. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. നിൽക്കാൻ തന്നെ കഴിയുന്നില്ല. മിക്കവരും താഴെ ഡെക്കിലേക്ക് പോയി. എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളതിനാൽ പിടിച്ചു നിൽക്കുന്നു. അത് കണ്ടോ, മൂവിംഗ് ബിൽഡിംഗ് എന്നാണ് അതറിയപ്പെടുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ ആ കെട്ടിടം ചലിക്കുന്നത് പോലെ തോന്നും. ഇന്ന് കൂടെ മാത്രമേ നമ്മൾ ഈ സിറ്റിയിലുള്ളൂ. നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്ത് ബീജിങ്ങിലേക്ക് പോകും. ലോകത്തെ തന്നെ ഏറ്റവും സ്പീഡുള്ള ട്രെയിനുകളിൽ ഒന്നിലാണ് നാളത്തെ യാത്ര.
ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നാളത്തെ ബുള്ളറ്റ് ട്രെയിൻ യാത്രയും ബീജിങ്ങിലെ കാഴ്ചകളും തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാം. അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. അതുവരെയും ഗുഡ് ബൈ.